ഹായ് ഗൈസ്, നമ്മൾ മുമ്പത്തെ സെഷനിൽ പറഞ്ഞിരുന്നു ജേസൺ സെർവറിന് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ലൈക്ക് കമ്പനീസും യൂസേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റും, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. സോ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇനി ഒരു കമ്പനി ടൈപ്പാണ് എന്ത് സ്കീമ ഡോട്ട് ജെ എസിൽ. സോ നമ്മൾ മുമ്പ് യൂസർ ടൈപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പനി ടൈപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ കമ്പനി ടൈപ്പ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് യൂസർ ടൈപ്പിൻ്റെ മുകളിലായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ ആഡ് ചെയ്യണം. ഇപ്പോൾ കറൻ്റ്ലി യൂസർ ടൈപ്പിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ലേറ്റർ അപ്കമിങ് സെഷൻസിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് അവിടെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പോണ് കോൺസ്റ്റ് കമ്പനി ടൈപ്പ്, കോൺസ്റ്റ് കമ്പനി ടൈപ്പ് equal to new GraphQL object type. Okay, ഓപ്ഷൻസ് പാരാമീറ്റർ വേണം. ഇതിൽ നെയിം വന്നിട്ട് ഞാനിപ്പോൾ എന്താ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ നെയിം തൽക്കാലം കമ്പനിയിൽ തന്നെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഫീൽഡ്സ് കൊടുക്കേണ്ടത്, ഫീൽഡ്സ് ആഡ് ചെയ്യേണ്ടത്. ഫീൽഡ്സിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 3 പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. ഓൾറെഡി അറിയാമല്ലോ ഏതൊക്കെയാണെന്നുള്ള ഐ ഡി, നെയിം, ഡിസ്ക്രിപ്ഷൻ. സോ അങ്ങനെ തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഐ ഡി, ടൈപ്പ്, GraphQL സ്ട്രിങ്. സോ ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഞാൻ ഐ ഡി മാറ്റിയിട്ട് നെയിം പിന്നെ ഡിസ്ക്രിപ്ഷനും. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ എന്താ ഇതിൽ കമ്പനി ടൈപ്പ് ആഡ് ചെയ്ത് പ്രോപ്പർട്ടി, എന്നിട്ട് കമ്പനി ടൈപ്പിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നു നെയിം, എന്നിട്ട് കമ്പനീൻ്റെ തന്നെ കൊടുത്തു. ഫീൽഡ്സ് 3 ഫീൽഡ്സ് കൊടുത്തു, ഐ ഡി, നെയിം, ഡിസ്ക്രിപ്ഷൻ. അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് തന്നെയാണ്, 3ൻ്റെ ടൈപ്പ് സ്ട്രിങ് തന്നെയാണെന്ന് പറഞ്ഞു. ഇത് ആഡ് ചെയ്യുന്നത് യൂസർ ടൈപ്പിൻ്റെ മുകളിലാണ് കമ്പനി ടൈപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. സോ ഇത്രയും നമ്മൾ ചെയ്യാം. ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത മനസ്സിൽ നമ്മൾ യൂസർ ടൈപ്പ് എഴുതിയ പോലെ ഓൾമോസ്റ്റ് സെയിം ആണ് കമ്പനി ടൈപ്പും എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് നിങ്ങളുടെ അടുത്ത് ലൈക്ക് ഇത് ആദ്യം എഴുതുമ്പോഴാണ് ഇത്തിരി കൺഫ്യൂസിങ് വരിക. ലേറ്റർ ഓൺ ഭയങ്കര ഹാൻഡി ആയിരിക്കും, നമുക്ക് ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റിംഗ് ചെയ്യണ പോലത്തെ ഫീൽ ചെയ്യും. അത് പോകെ പോകെ നമ്മളിനി കൊറീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഇങ്ങനെ ടൈപ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ കമ്പനി ടൈപ്പ് ആഡ് ചെയ്തു. ഇനി ഈ കമ്പനി ടൈപ്പ് യൂസറിനായിട്ട് അസോസിയേറ്റ് ഉണ്ട്. ഓക്കെ, സോ നമ്മളെന്താ വെച്ചാൽ ഇന്നെ ട്രീറ്റ് ചെയ്യണം, അസോസിയേഷൻ ബിറ്റ്വീൻ ടൈപ്സിനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണം. സോ അസോസിയേഷൻ ബിറ്റ്വീൻ ലൈക്ക് കമ്പനി ടൈപ്പും യൂസർ ടൈപ്പും എക്സാക്ട്ലി ലൈക്ക് അതേ നമ്മുടെ മുമ്പ് എഴുതിയ ഫീൽഡ് പോലെ തന്നെ അത് അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ഈ കമ്പനി ടൈപ്പും യൂസർ ടൈപ്പും തമ്മിൽ. സോ ഇപ്പോൾ ഒരു യൂസറിന് കമ്പനി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നമ്മുടെ ഫീൽഡ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യൂസർ ടൈപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ യൂസറിന് കമ്പനി പ്രോപ്പർട്ടിയും കൂടി ഉണ്ടല്ലോ, കമ്പനി ഡീറ്റെയിൽസും കൂടി ഉണ്ട്. അപ്പം ഞാനിവിടെ മെൻഷൻ ചെയ്യും കമ്പനി എന്നിട്ട് ടൈപ്പ്. ആ ടൈപ്പ് ആണ് ആക്ച്വലി നമ്മൾ ലിങ്ക് ചെയ്യുന്നത് എവിടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനിവിടെ അത് മെൻഷൻ ചെയ്യുന്നത് അത് കമ്പനി ടൈപ്പാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ കമ്പനി ടൈപ്പ് യൂസ് ചെയ്തു അല്ലെങ്കിൽ സ്ട്രിങ് യൂസ് ചെയ്യുന്ന GraphQL അത് എല്ലാം തന്നെ ഐഡൻറ്റിക്കലായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതിലാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ യൂസറിന് നമ്മൾ കമ്പനി ടൈപ്പായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു കമ്പനി ഉണ്ട്, അതിൻ്റെ ടൈപ്പ് കമ്പനി ടൈപ്പാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചു. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത്ര എഴുതി വെച്ചു. ഞാനിവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. ഇനി അടുത്ത ഇത്തിരി കൂടി ചിലപ്പോൾ ലെങ്തി സെഷൻ ആക്കേണ്ടി വരും എനിക്ക്. സോ ഞാൻ നോക്കിയിട്ട് ഞാൻ അടുത്ത സെഷനിൽ അപ്ഡേറ്റ് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസ്. സോ നിങ്ങളിത് ഗോ ത്രൂ ചെയ്യുക, വർക്കൗട്ട് ചെയ്യാതെ.